ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത്, ഞാനിന്ന് ട്രാവൽ ചെയ്ത സമയത്ത് കണ്ണിൽപ്പെട്ടിരുന്ന ഒരു കിഡിലൻ ചെടിയാണ്. കിഡിലൻ ചെടി കണ്ടില്ലേ? ഇത് അതിൻ്റെ പ്രത്യേകത കൊണ്ട് വീട്ടിൽ വെച്ചിരുന്നതാണ്, വെച്ചേക്കുവാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പൂവൊക്കെ കണക്കുന്ന വളരെ വളരെ ഭംഗിയായിട്ട് ഇത്രയും വലിയ ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു ചെടി ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അന്നേരം മാത്രമല്ല, ഇത് പ്ലാന്റ് കണ്ടിട്ട് ആ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ഒരു അത്തിപ്പഴത്തിൻ്റെ കണക്ക് വലിയൊരു പ്ലാന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാന്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇലയൊക്കെ വന്ന് അതിനകത്ത് നിന്ന് നല്ല ഇനിയും വിരിയാനുണ്ട്. കണ്ടില്ലേ? അതിനകത്ത് പൂ ഫുള്ള് വിരിഞ്ഞിട്ടില്ല. അത് വന്നപ്പോൾ ആ ചുമന്ന കളറിൽ ഫുള്ളായിട്ടിരുന്ന ഒരു ബഞ്ച്, ചെറിയൊരു ബഞ്ചായിരുന്നു. അത് വന്ന് വളർന്ന് ഇപ്പോൾ ഇത്രയും വലിയൊരു ഇതിൽ. മാത്രമല്ല ഇത് പെട്രിയാണ്. നേരത്തെ കണ്ട അതുപോലെ തന്നെ ഞാൻ കളക്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഓരോ ഗാർഡനിലും ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് എന്ത് പുതിയതുണ്ടോ അത് നമ്മൾ ഗാർഡനിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്, കളക്ഷൻ. അതേപോലെ തന്നെ ഇത് പെട്രിയുടെ വൈറ്റ് ഫ്ലവറാണ്. ഇതിൻ്റെ ബ്ലൂ ഉണ്ട്, അതിൻ്റെ ഇതേപോലെ തന്നെ ബ്രൗണൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും സെയിൽ തുടങ്ങിയിട്ടൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു പഴയ ലെൻഡാനയുടെ ഏറ്റവും പുതിയ വെറൈറ്റി. എന്താ ഭംഗി! ഒരു രക്ഷയില്ല. ഒരു പ്ലാന്റ് ഇപ്പോൾ കിട്ടിയതാണ്. അതിനകത്തുനിന്ന് ഇനി ഡെവലപ്പ് ചെയ്ത് വേണം നമ്മളിതിൻ്റെയൊക്കെ തൈകൾ ഉണ്ടാക്കാനായിട്ട്. ലെയർ ചെയ്താണെങ്കിലും ലെയർ ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതാണ്ട് ഇത് വെർബീനയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്. ഇത് എത്രമാത്രം നമുക്ക് നമ്മുടെ ക്ലൈമറ്റിൽ നിൽക്കുമെന്ന് അറിയത്തില്ല, എന്നാലും കൊണ്ടുവന്ന പ്ലാന്റാണ്. വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന. അതിൻ്റെ ഇലയിലൊന്നും വെർബീനയുടെ കണക്ക് ചെറിയ ഇലയല്ല, വലിയ ലീഫാണ്. കണ്ടില്ലേ? അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിൻ്റെ ഒരു 3 കളറ് പുതിയത് കിട്ടി. വൈറ്റ് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ആസ്റ്ററില്ലേ, ആസ്റ്ററിൻ്റെ ഡാർക്ക് വയലറ്റ്. അതൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് കുറച്ച് അതൊരു 100-150 ചെടി എടുത്തു. അതിൻ്റെ ഡാർക്ക് കളേഴ്സ് കണ്ടില്ലേ? കാണുമ്പോൾ മനസ്സിലാവും. ഡാർക്ക് വയലറ്റ് കളറ്. അത് ഒരുപാടൊന്നുമില്ല, 100-150 ചെടി യാദർച്ഛികമായിട്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ ചെറിയ ക്രീപ്പിംഗ് റോസിൻ്റെ തന്നെ വൈറ്റ് മിനിയേച്ചർ ടൈപ്പ്. അതൊരു 50 ചെടി ആകെയുള്ള ഉണ്ടായിരുന്നുള്ളൂ. അത് മൊത്തം നമ്മൾ വാങ്ങി വരുന്നവരൊക്കെ നുള്ളിപ്പറക്കി പോകുന്നുണ്ട്. ഒരുപാട് ചെടിയൊന്നുമില്ല, അതിൻ്റെ 50 ചെടിയേ കിട്ടിയുള്ളൂ. പക്ഷേ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി 2-3 നമ്മൾ മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? ചെറിയൊരു ബ്ലർ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അതേപോലെ കാശ്മീർ റോസിൻ്റെ കൂടെ കയറി വന്ന പ്ലാന്റാണ്. ഇത് ബാക്കിയെല്ലാം ഏകദേശമൊക്കെ സെയിലായി. ഇനിയിപ്പം നെക്സ്റ്റ് മന്ത് പുതിയ ലോഡ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ പ്ലാനും കൂടെ വരുന്നുണ്ട്. ഇത് ഇപ്പം കുറേ സെയിലായി. അതിൻ്റെ 80% സെയിലായി. അന്നേരം ആ പ്ലാനിൻ്റെ വെറൈറ്റി വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഇതിൻ്റെ പേര് ഡച്ച്മാൻസ് പൈപ്പ് എന്നാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡച്ച്മാൻസ് പൈപ്പിൻ്റെ ഡീറ്റെയിൽ അതിനകത്ത് തരുന്നതായിരിക്കും. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉടനെ തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. കുറേ തൈ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. നമ്മളെ ഫേസ്ബുക്കിൽ കുമാർ നഴ്സറി കൊല്ലം എന്ന് പറയുന്ന ഒരു പേജുണ്ട്. അതിനകത്ത് കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുതിയ അപ്ഡേഷൻസ്, പുതിയ പ്ലാന്റ് വരുന്നതിനെ പറ്റി എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഇത് കുറച്ച് അറിവ് പകരാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളൊരു ചാനൽ. അന്നേരം അത്യാവശ്യം എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഇടയ്ക്ക് വെച്ച് റോസിനെ പറ്റി ഒരു ലേഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് കൊണ്ടുപോകുന്നതിനകത്ത് ഭയങ്കര ഉത്സാഹമാണ് എല്ലാവർക്കും. പക്ഷേ കൊണ്ടുപോയിട്ട് എങ്ങനെ വളർത്തേണ്ടത് എന്നുള്ളത് നമ്മൾ 3-4-5 വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതും നമ്മളൊരു പുതിയ പ്ലാന്റ് ഇപ്പം ഒരു 5 ചെടി കിട്ടിയതാണ്. ഡ്രാഗൺ സ്കെയിലിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ്. അലോക്കേഷ്യ ഡ്രാഗൺ സ്കെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രീൻ വെറൈറ്റി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആകെ 5 ചെടിയുള്ളൂ. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്കിനി എല്ലാവർക്കും കൊടുക്കാനായിട്ട്. മാത്രമല്ല, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. നിങ്ങളെല്ലാവരും ഏകദേശം 20,000-ഓളം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. 20,000-ഓളം സബ്സ്ക്രൈബർ ആകുന്നു. ഇതുവരെ ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു.